ഹലോ അസ്സാം വലൈക്കും. ഇന്ന് ഒരു കിഡിലൻ ചെമ്മീൻ ചോറ് റെസിപ്പി കാണിക്കാമല്ലോ. എന്താ പറയുക, പ്രോൺസ് റൈസ്. നല്ല അടിപൊളി ഒരു ചെമ്മീൻ ബിരിയാണി പോലെ തന്നെ, പക്ഷെ അത്ര ഒന്നും പണിയൊന്നുമില്ല. അപ്പോൾ ആദ്യം ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു 600 ഗ്രാം ചെമ്മീനുണ്ട്. അതെടുത്ത് നല്ലോണം ഒന്ന് ക്ലീനാക്കി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ മുളക് പൊടി ഞാനിപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എത്ര ചെമ്മീനുണ്ടോ അത് നോക്കിയിട്ടിടുക. ഇത് കാശ്മീരി ചില്ലിയാണ്, അത്ര എരിവൊന്നും ഉണ്ടാവില്ല. അതും പിന്നെ 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കുക. പിന്നെ ഒരു ഹാഫ് ലെമണും കൂടി ഒന്ന് പിഴിഞ്ഞൊഴിക്കുക. എന്നിട്ട് എല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സാക്കിയിട്ട് ഇതൊരു 10 മിനിറ്റെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് ഫ്രൈ ആക്കി എടുക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ട് പാൻ ചൂടായി അതിലേക്ക് ഓയിൽ ഒഴിക്കുക. ഓയിൽ ചൂടാകുമ്പോൾ എല്ലാ ചെമ്മീനും നമ്മളിങ്ങനെ നിരത്തി വെച്ച് കൊടുക്കുക. ഇതിങ്ങനെ ഒരുപാട് അങ്ങ് പൊരിയൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് എന്താ പറയുക, 2 സൈഡും ഒന്ന് ഒരു ഷാലോ ഫ്രൈ പോലെ അങ്ങനെ ആക്കി എടുത്താൽ മതി. അതിൻ്റെ മേലെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ചെമ്മീൻ അടന്ന് എന്താ പറയുക ഫ്രൈ ആവട്ടെ. ആ സമയം കൊണ്ട് നമുക്കതിൻ്റെ മസാലക്കുള്ള ഉള്ളി എരിഞ്ഞ് വെക്കാം. ഇടയ്ക്ക് നമുക്ക് ഈ ചെമ്മീനിലൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. കുറച്ച് നേരം ഇതൊന്ന് അടച്ചു വെക്കുക. ഇപ്പോൾ ചെമ്മീനെല്ലാം നല്ലോണം ഫ്രൈ ആയിട്ടുണ്ട്, എല്ലാം നല്ലോണം കുക്കായിട്ടുണ്ട്. ഇനി ഇത്ര മതി. ഇനി നമുക്കിതൊന്ന് ഈ ഓയിലിൽ നിന്നൊന്ന് കോരി മാറ്റി വെക്കാം. ചെമ്മീൻ മാത്രം എടുത്തിട്ടൊന്ന് മാറ്റി വെക്കാം. ഇനിയിപ്പോൾ ചോറ് വെക്കാനുള്ള ഒരു വലിയ ചെമ്പെടുക്കുക. അപ്പോൾ ഇതിൽ തന്നെ മസാല ഉണ്ടാക്കുന്നതും ചോറ് റെഡിയാക്കുന്നതും എല്ലാം ഒരൊറ്റ പാത്രത്തിൽ അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളി ഉണ്ടല്ലോ, അത് ഫുള്ളായിട്ടൊന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഉള്ളി നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ഒരു 3 മീഡിയം സൈസ് ഉള്ളി എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമ്മൾ ആ ചെമ്മീൻ പൊരിച്ച നെയ്യുണ്ടല്ലോ, ഓയിൽ, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അതെന്തായാലും വേണം, അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് കൊണ്ടുവരുന്നത്. അപ്പോൾ അതെന്തായാലും ഒഴിവാക്കരുത്. അപ്പോൾ ആ ഓയിലും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് വീണ്ടും നല്ലോണം വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകിലും ഒന്ന് ചതച്ചെടുക്കാനുണ്ട്. അതിനായിട്ട് മിക്സിൻ്റെ ചെറിയ ജാറിലോട്ട് ഒരു കഷ്ണം ഇഞ്ചിയും ഒരു 5-6 അല്ലി വെളുത്തുള്ളിയും ഒരു 4 പച്ചമുളകും ഒന്ന് ചതച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ടാവും. ഇനി ഇതും കൂടി നമുക്ക് ഉള്ളിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതും നല്ലോണം ഒന്ന് വഴറ്റുക. ആ ഒരു ഇഞ്ചി വെളുത്തുള്ളിൻ്റെ എല്ലാം ഒരു പച്ചമണലൊന്ന് മാറുന്ന വരെ വഴറ്റി കൊടുക്കുക. ഇനി ഇതിലോട്ട് ഞാനൊരു 2 മീഡിയം സൈസ് തക്കാളി ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്കത് വലിയ തക്കാളി ആണെങ്കിൽ 1 മതിയാവും. അതും കൂടി ഇട്ടിട്ട് കുറച്ച് ഉപ്പും ഇട്ട് എന്താ പറയുക, തക്കാളി ഒന്ന് കുക്കാവുന്നവരെ ഒന്ന് വഴറ്റുക. ഇനി നമുക്കിത് കുറച്ച് നേരം ഒന്ന് അടച്ചു വെക്കാം, തക്കാളി ഒന്ന് കുക്കാവട്ടെ. ഇപ്പോൾ ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോഴേക്കും തക്കാളി നല്ലോണം ഒന്ന് വെന്തുടഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പൊടികൾ ഇട്ട് കൊടുക്കാനുണ്ട്. ആദ്യം ഇതിലോട്ട് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇത് ഇട്ടിട്ട് നല്ലോണം വഴറ്റുക. ആ ഒരു പൊടിൻ്റെ എല്ലാം പച്ചമണം മാറി എണ്ണ തെളിയുന്ന വരെ വഴറ്റി കൊടുക്കണം. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാല കൂടി ഇടുന്നുണ്ട്.
അതുമിട്ട് വീണ്ടും വഴറ്റുക. ഇപ്പോൾ ഇതാ പൊടിൻ്റെ പച്ചമണമെല്ലാം മാറി. ഇനി ഇതിലോട്ട് നമുക്ക് നല്ല ചൂട് വെള്ളം ഒഴിക്കുക. നമ്മളിത് വഴറ്റുന്ന സമയം കൊണ്ട് വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെക്കുക. അപ്പോൾ ഞാൻ 3 കപ്പ് നേരിയരി എടുത്തിട്ടുള്ള ജീരകശാല, നെല്ലറൻ്റെ ജീരകശാല ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1-1.5 കപ്പ് വെച്ചിട്ട് 3 കപ്പായിരിക്കും. ഞാൻ 4.5 കപ്പ് വെള്ളം ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ തിളച്ച വെള്ളം നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ഏത് കപ്പിലാണോ അരി എടുക്കുന്നത് ആ കപ്പിൻ്റെ 1-1.5 അളവ് വെള്ളം വെച്ചിട്ട് എടുക്കാം. അത്ര മതിയാവും, കൂടുതലൊന്നും വേണ്ട. ഇനി അത് വെള്ളം ചൂടുള്ള ആ വെള്ളം ഒഴിച്ചിട്ട് പിന്നെ അതിലേക്ക് ഒരു വലിയ നാരങ്ങ നീരൊന്ന് പിഴിഞ്ഞൊഴിക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു പിടി മല്ലിയില ഇട്ടിട്ട് എല്ലാം നല്ലോണം ഒന്ന് ഇളക്കി മൂടി വെക്കുക, വെള്ളം ഒന്ന് തിളക്കുന്നവരെ. അപ്പോൾ അരിൻ്റെ അളവ് എപ്പോഴും നോക്കുക. 1 കപ്പ് അരിക്ക് ഞാൻ 1.5 കപ്പ് വെള്ളം അങ്ങനെ എടുത്തിട്ടുണ്ട്. അങ്ങനെ 4.5 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്, അതും ചൂടുവെള്ളമാണ്. ഇനി നമുക്കിത് എന്താ പറയുക, വെള്ളം തിളക്കുന്നവരെ ഒന്ന് മൂടി വെക്കാം. അപ്പോൾ ഇതാ വെള്ളമെല്ലാം നല്ലോണം തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കഴുകി വെള്ളമെല്ലാം ഒന്ന് ഊറ്റി വെച്ചിട്ടുള്ള അരി ഇട്ട് കൊടുക്കുക. ജീരകശാല അരിയാണ് ഇപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത്, അതുതന്നെ വേണം. എന്നിട്ട് വീണ്ടും നല്ലോണം ഇളക്കി ഉപ്പെല്ലാം ഉണ്ടോ എന്നെല്ലാം നോക്കി ഒന്ന് ഇളക്കിയിട്ടൊന്ന് മൂടി വെക്കുക, ഹൈ ഫ്ലെയിമിൽ തന്നെ. ഇനിയിപ്പോൾ ഇതാ ഞാൻ ഇതിന് വേണ്ടിയിട്ടൊരു തട്ടിക്കൂട്ട് സാലഡ് റെഡിയാക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനത്തെ ചോറിനെല്ലാം അധികം ചട്നി ഉണ്ടാക്കൽ. എൻ്റെ ബിരിയാണിയും ഇറച്ചിച്ചോറെല്ലാം കണ്ടവർക്ക് മനസ്സിലാവും. അപ്പോൾ അതിലെൻ്റെ ചട്നി റെസിപ്പിയെല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ച് ചട്നി വേണ്ട, ഒരു സാലഡ് ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ കുക്കുംബറെല്ലാം ഫ്രിഡ്ജിൽ കിടപ്പുണ്ടേനും. അപ്പോൾ ഞാനിതാ കുക്കുംബർ എടുത്ത് അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് വെക്കാം. പിന്നെ ഇതിലേക്ക് തന്നെ ഒരു 1/2 ക്യാരറ്റും ഒരു പച്ചമുളക്, ഒരു പകുതി ഉള്ളി, കുറച്ച് മല്ലിയില, ഇതെല്ലാം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക. ഇത് അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ചോറ് എന്തായോ എന്ന് നോക്കണം. അപ്പോൾ ചോറിൽ ഞാൻ നോക്കുമ്പോൾ വെള്ളമെല്ലാം അങ്ങനെ ഉണ്ട്, ഒന്നും വറ്റിയിട്ടില്ല. അപ്പോൾ ഞാൻ വീണ്ടും അതവിടെ കുറച്ച് നേരം കൂടി കുക്കാൻ വേണ്ടിയിട്ട് അവിടെ അടച്ചു വെച്ചിട്ടുണ്ട്. ഇതായി വെജിറ്റബിൾസ് എല്ലാം ചോപ്പ് ചെയ്തിട്ട് അതെല്ലാം ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഇതാ തുറന്ന് നോക്കുമ്പം ചോറിലെ വെള്ളമെല്ലാം ഒന്ന് വറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലോണം ഒന്ന് ഇളക്കിയെല്ലാം ഒന്ന് മിക്സാക്കിയതിന് ശേഷം ചെറിയ തീയിൽ വെക്കണം. ഒരു ചെറിയ തീയിൽ ഒരു 5-10 മിനിറ്റ് അവിടെ നിന്നോട്ടെ. ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ചോപ്പ് ചെയ്തിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ സുർക്ക ഒഴിച്ച് കൊടുക്കുക, വിനാഗിരി 1 ടീസ്പൂൺ മതി. ഇനി അത് ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾക്കൊരു 1/2 ലെമൺ ഒന്ന് പിഴിഞ്ഞൊഴിച്ചാലും മതി. എന്നിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കാം. ഇതിപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്കിതിങ്ങനെ തൈരും കൂടി ഇട്ടിട്ട് അങ്ങനെയെല്ലാം ഉണ്ടാക്കാം. പക്ഷേ തൈര് ഇപ്പോൾ നമുക്കിവിടെ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഉണ്ടാക്കിയത്. അപ്പോൾ അങ്ങനെ സാലഡ് റെഡി ആയിട്ടുണ്ട്, അതോടെ മാറ്റി വെക്കാം. ഇപ്പോൾ ഇതാ കുറച്ച് സ്ട്രോബെറി ജ്യൂസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. എൻ്റെ ബ്രോ വരുന്നുണ്ടായിരുന്നു ലഞ്ചിന്, അപ്പോൾ വന്നാൽ എന്തെങ്കിലും കുടിക്കാൻ കൊടുക്കാമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇന്ന് നോക്കുമ്പോൾ ഫ്രിഡ്ജിൽ സ്ട്രോബെറി ഇരിപ്പുണ്ട്. അപ്പോൾ എന്നാൽ പിന്നെ അതെടുത്തിട്ട് ജ്യൂസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അതെല്ലാം കട്ട് ചെയ്ത് നല്ലോണം ഒന്ന് കഴുകി
മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കുക. ഈ സമയത്ത് നമ്മൾ ചോറ് എന്തായി നോക്കാം. അപ്പോൾ ചോറിതാ ഫുള്ള് വെള്ളമെല്ലാം ഒന്ന് വറ്റി നല്ലോണം കുക്കായി നല്ല അടിപൊളി ചോറായിട്ടുണ്ട്. ഇനി നമുക്കിത് എന്താ പറയുക വളരെ ചെറിയ തീയിൽ അടിയിൽ എന്തെങ്കിലും ഒരു എന്താ പറയുക പാനോ ഓടോ എന്തെങ്കിലും വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കൂടി ഒന്ന് എന്താ പറയുക ദമ്മാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിത് ചെറിയ അടുപ്പിലേക്കൊന്ന് മാറ്റിയതാണ്. എന്നിട്ട് വളരെ ചെറിയ തീയിൽ വേണം വെക്കാൻ വേണ്ടിയിട്ട്. ഇതെല്ലാം ഒന്ന് ഇളക്കി മിക്സാക്കിയിട്ട് എന്താ പറയുക ഇതിലോട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചെമ്മീൻ ഉണ്ടല്ലോ അതിട്ട് കൊടുക്കുക. അതിൻ്റെ ആ ഒരു ഓയിലോട് കൂടി തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. എന്നിട്ടെല്ലാം നല്ലോണം ഒന്ന് മിക്സാക്കുക. എന്നിട്ട് കുറച്ച് നേരം ഫോയിൽ കൊണ്ടെല്ലാം ഒന്ന് കവർ ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് വളരെ ചെറിയ തീയിലൊന്ന് വെക്കുക. അപ്പോൾ കരിഞ്ഞു പോകാതിരിക്കാൻ അടിയിൽ എന്തെങ്കിലും പാനോ എന്തെങ്കിലും പാത്രം വെക്കുക. എന്നിട്ട് ഫോയിൽ കൊണ്ടൊന്ന് കവർ ചെയ്തിട്ടൊന്ന് ഒരു 5 മിനിറ്റ് അവിടെ നിന്നോട്ടെ. ചോറ് ഇതിവിടെ ഫോയിൽ കൊണ്ടെല്ലാം ഒന്ന് കവർ ചെയ്തിട്ട് നല്ലോണം ഒന്നവിടെ അടച്ച് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ സ്ട്രോബെറി ഞാനെല്ലാം കഴുകി മിക്സിയിലിട്ട് വെച്ചിട്ടുണ്ടായിന്. ഇനി അതിലേക്ക് കുറച്ച് പഞ്ചസാരയും പിന്നെ ഒരു 2 ടീസ്പൂൺ പാൽപ്പൊടിയും കുറച്ച് ഐസ് ക്യൂബ്സും കുറച്ച് പാലും ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് അടിച്ചെടുക്കുക. അങ്ങനെ നമ്മൾ ചോറ് റെഡി ആയിട്ടുണ്ട്. നല്ല സ്മെല്ലൊക്കെ വരാൻ തുടങ്ങി. എന്താ പറയുക എല്ലാം പെർഫെക്റ്റ് ആയിരുന്നു. വെള്ളം അരി എല്ലാം അളവെല്ലാം നല്ല അടിപൊളി എന്താ പറയുക നല്ല സൂപ്പർ ചെമ്മീൻ ചോറ്. പിന്നെ നമുക്കിത് ഒരു പ്ലേറ്റിലോട്ട് വിളമ്പാം. ശരിക്കും ഇത് ചൂടോടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ, നല്ല അടിപൊളി. എന്തായാലും ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളിത് ഉണ്ടാക്കി നോക്കണം. ഇതിപ്പോൾ ചെമ്മീനില്ലെങ്കിൽ നിങ്ങൾക്ക് ചിക്കൻ വെച്ചിട്ടും ഇതേപോലെ തന്നെ ഉണ്ടാക്കി നോക്കാം. ഇനിയിപ്പോൾ ഇതാ ഇതിന് വേണ്ടിയിട്ട് അച്ചാറും പിന്നെ സാലഡും പപ്പടവും. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിന് ചട്നി ഉണ്ടാക്കാം കേട്ടോ. പിന്നെ ഇതിൻ്റെ കൂടെ ഒരു കട്ടൻ ചായയും കൂടി ഉണ്ടെങ്കിൽ എന്താ പറയുക ഒരു ലൈം ടീ അതും കൂടി ഉണ്ടെങ്കിൽ പിന്നെ വേറെ ഒന്നും വേണ്ട, കിടിലൻ. അപ്പോൾ എന്തായാലും എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കുക. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത നല്ലൊരു റെസിപ്പിയുമായിട്ട് ഇൻഷാ അല്ലാഹ് ഇനിയും കാണാം. അസ്സലാമു അലൈക്കും, ബൈ ബൈ.